പ്രതിഭട്ട നമസ്കാരം. നമസ്തേ. എന്താണ് ഈ ശിവോഹ ത്രാടക? ഇത് ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിശക്തി കൂടുമോ? ചിത്ര നമസ്തേ. ഈ പറയുന്ന ശിവോഹ ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന്ത്രികിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈ ബുദ്ധി കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബുദ്ധി ഉള്ളവർക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മുടെ അതീന്ദ്രജ്ഞാനം നമ്മുടെ തേടൈ എന്നൊക്കെ പറയില്ലേ, തേടൈ ഓപ്പൺ ചെയ്യാൻ, പിന്നെ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ അടുത്ത ലെവലിൽ പോകാൻ, നമ്മുടെ ഓർമ്മശക്തി കൂടാൻ ഒരുപാട് ഉപയോഗം വരുന്ന ത്രാടക എന്ന് പറയുന്നത്. ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രാടക കഴിഞ്ഞിട്ട് ഞാൻ ശിവോഹ ത്രാടകയിലേക്ക് വരാം. ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചിരാതൊക്കെ ഇല്ലേ, ചെറിയ മൺവിളക്ക്, ഈ ചിരാത് വച്ചിട്ട് നമ്മൾ അതിൽ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വിദ്യയാണ്. താന്ത്രിക് മെത്തേഡാണ്, വളരെ പവർഫുള്ളാണ്. ഞാനൊക്കെ വർഷം കൊണ്ട് ചെയ്യുന്നതാണ്. നമ്മളത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾക്കൊരു ശക്തി കൂടും, കണ്ണുകൾക്കൊരു പ്രത്യേകത ഉണ്ടാവും, ഒരു പവർ ഉണ്ടാവും, സ്പെക്സ് വെക്കേണ്ട സംഭവം കുറയും, കാഴ്ചശക്തി കൂടും എന്നുള്ളതാണ്. അതിനുമപ്പുറം നമ്മൾ കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ണടച്ച് ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരും. വളരെ പതുക്കെ എത്രയോ ഗുരുക്കന്മാർ ഇത് ചെയ്യണം, മിക്ക ഗുരുക്കന്മാരും ചെയ്യുന്നതാണ്. അവർക്ക് അതിൻ്റെ കഴിവുണ്ട്. അവിടെയാണ് ചിത്ര കേട്ടിട്ടുണ്ടായിരിക്കും, പലരും പറയുന്നുണ്ട് എനിക്ക് കണ്ണടച്ച് നിൽക്കുമ്പോൾ പല കാര്യങ്ങളും കാണാൻ പറ്റുമെന്ന് പലരും പറയുന്നുണ്ട്. അത് ഈ ത്രാടക പ്രാക്ടീസ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ഒരാൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് ഇൻഡിക്കേഷൻ വായിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് നമുക്ക് അയാൾ എന്താണെന്ന് അല്ലെങ്കിൽ എന്ത് പറയാൻ വരുന്നു, നമ്മളെ കൂടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇത് ഓൾമോസ്റ്റ് പർപ്പസ് എന്താണ്, ഒരു പരിധി വരെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ ത്രാടക മാത്രം പോരാ, പക്ഷെ ത്രാടക ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് വരും. പിന്നെ ഏറ്റവും പവർഫുൾ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണെന്താണ്, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിനകത്ത് ഈ കണ്ണിന് ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട്. ആത്മാക്കൾ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നത് അല്ലെങ്കിൽ വരുന്നത് കണ്ണ് വഴിയാണെന്നാണല്ലോ പറയുന്നത്. കണ്ണിൽ ചെറിയ എന്തുണ്ട്, ദ്വാരങ്ങളുണ്ട്. ഇതുവഴിയാണ് ആത്മാക്കളുടെ പ്രവേശന കവാടം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആത്മാവ് വളരെ പെട്ടെന്ന് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയാണല്ലോ സങ്കല്പവും എല്ലാവരും പറഞ്ഞിട്ടുള്ളതും. നമുക്ക് ഫിസിക്കലി കണ്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പലരും പറയുന്ന കാര്യവും അങ്ങനെയാണ്. പല നമ്മുടെ എക്സ്പേർട്ടോട് സംസാരിക്കുമ്പോഴും ഈവൻ പാരാസൈക്കോളജിസ്റ്റോട് സംസാരിക്കുമ്പോഴും പലരും പറയുന്നത് മനുഷ്യ ശരീരത്തിൽ പ്രവേശന കവാടം എന്ന് പറയുന്നത് കണ്ണാണ്. കണ്ണ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തേക്കുന്ന ആരുമായിട്ടാണ്, ബ്രെയിനുമായിട്ടാണ് അല്ലേ. സോ അപ്പോൾ നമ്മുടെ ചിന്താരീതികളെ വളരെ പെട്ടെന്ന് മോഡറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വളരെ പെട്ടെന്ന് കണ്ണ് ചിമ്മുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ഥിരം ത്രാടക ചെയ്യുന്നവരുടെ കണ്ണടയുന്ന കുറവായിരിക്കും, അവരെപ്പോഴും ഒരു അടുത്ത ലെവലിൽ നിൽക്കും. പിന്നെ രണ്ടാമത്തെ കേസ്, ഇതിനകത്ത് കണ്ണ് അടയ്ക്കുന്ന തെറ്റൊന്നുമല്ല, പക്ഷേ നമ്മൾ നോർമലി ഇങ്ങനെ ഒരിടത്ത് ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ആ ഫോക്കസിലേക്ക് പല കാര്യങ്ങൾ കൊണ്ടുതരും. നമ്മുടെ ബ്രെയിൻസിൽ നിന്ന് ആ ഒരു ചിന്താരീതികൾ നമ്മളിലേക്ക് വരും എന്നുള്ളത് ഇത് ഗുരുക്കന്മാർ പറയുന്ന കേസാണ്. ഇത് പറയുന്നത് കൊണ്ട് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഓൾമോസ്റ്റ് പല കാര്യങ്ങൾ നടക്കുന്നതാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. വളരെ സിമ്പിൾ മെത്തേഡാണ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ലെവല് വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്നതിന് ശേഷം ഈ ചിരാതെടുത്ത് ദീപം തെളിയിച്ച് വയ്ക്കുക. നമ്മുടെ കണ്ണിൻ്റെ നേർ ലെവലിൽ വയ്ക്കുക. കണ്ണിൻ്റെ ആ കോണ്ടാക്ട് താഴെ പോകരുത്. ആ ലെവലിൽ വെച്ചതിന് ശേഷം അതിൽ തന്നെ നോക്കിയിരിക്കുക. അതായത് രണ്ട് ത്രാടകയുണ്ട്, ബാഹ്യ ത്രാടകയുണ്ട്, ആന്തരിക ത്രാടകയുണ്ട്. ബാഹ്യ ത്രാടക എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 10 to 15 മിനിറ്റ്സ് ചെയ്താൽ മതി. കൂടുതൽ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണുനീര് വരും, കണ്ണിൽ ഭയങ്കര ഒരു വേദന ഉണ്ടാവും, നീറ്റലുണ്ടാവും, പുകച്ചിലുണ്ടാവും, പല പല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടൊക്കെ മാറും. പക്ഷെ കണ്ണിന് അസുഖമുള്ളവർ സ്ട്രെയിൻ കൊടുക്കരുത്. ഇപ്പോൾ സർജറി കഴിഞ്ഞവരൊക്കെയാണെങ്കിൽ സ്ട്രെയിൻ ചെയ്യരുത്. പക്ഷേ നോർമലി ഉള്ള ആൾക്കാർക്ക് ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മസ്റ്റായിട്ട് ചെയ്യണം. എല്ലാ കുട്ടികളും ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പഠിത്തം ഉണ്ടല്ലോ വളരെ ഷാർപ്പായിരിക്കും. നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. അതായത് ഒരാൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ക്ലീൻ ഫോക്കസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ആരെയും പേര് പറയുന്നില്ല, വളരെ എന്താ പറയുക, പവർഫുൾ പൊസിഷനിരിക്കുന്ന പലരും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തൊരു പാവത്തിന് പോലെ നിൽക്കും. ഭയങ്കര ഷാർപ്പായിരിക്കും. അവർ ആ ഒരു സ്പിരിച്വൽ എൻഹാൻസ്മെൻറ്റ് നിൽക്കുമ്പോൾ ഒരു ടെക്നിക്കാണ് ഈ ത്രാടക എന്ന് പറയുന്നത്. ഇത് ഒരു 15 മിനിറ്റ് അതിൽ നോക്കിയിരിക്കുക. കുട്ടികളാണെങ്കിൽ ലൈറ്റുള്ള പ്ലേസിൽ ഇരുത്തുക. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് റൂമിൽ വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ മൊബൈലൊക്കെ മാറ്റി വെച്ച്
ചിരാത് മാത്രം വെച്ച് കത്തിച്ചിട്ട് പൂർണ്ണമായിട്ട് അതിൻ്റെ ദീപനാളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണടയും, അല്ലെങ്കിൽ കണ്ണിൽ പുകച്ചിൽ വരും. ഇത് പതുക്കെ ഗ്രാജുവലി കൂട്ടുക. ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യുക. തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റ്, പിന്നെ 10 മിനിറ്റ്, അങ്ങനെ 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ്സ്, അതിന് മേളിൽ പോകരുത്. എല്ലാ ദിവസവും 10 മിനിറ്റ്സ് എങ്കിലും മിനിമം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫേസിന് ഒരു ചൈതന്യം ഉണ്ടാകും. എപ്പോഴും ചൈതന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി നിന്ന് കഴിഞ്ഞാലും നമ്മുടെ കൂടെ ആൾക്കാർക്ക് എപ്പോഴും ഒരു 10 പേര് നിൽക്കുന്നിടത്ത് നമ്മളൊരു പ്രഭാവലയമായിരിക്കും. 2, എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മളത് ബാധിക്കില്ല. നമ്മുടെ കൂടെ എപ്പോഴും ഒരു പ്രകാശരശ്മികളുള്ള ഒരു ഫീൽ ഉണ്ടാവും. നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു ഗ്ലിറ്ററിങ് ഉണ്ടാവും. ഒരാൾ കാണുന്ന സമയത്തോ നോക്കുന്ന സമയത്തോ ഒരു പരിധിക്ക് മേളിൽ നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ അവർക്ക് പറ്റില്ല. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഒരുപാട് ഗുരുവര്യന്മാരും ഗുരുക്കന്മാരും എല്ലാം ചെയ്ത് അഭ്യസിക്കുന്നതാണ്. താന്ത്രിക ഒന്നുമില്ല. ഏർലി മോർണിംഗ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഈ ബ്രാഹ്മമുഹൂർത്ത ടൈമാണല്ലോ ഏറ്റവും കൂടുതൽ എനർജി ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ടൈമാണ്. ആ സമയത്ത് ചെയ്താൽ ഏറ്റവും നല്ലത്. ചിത്ര കുട്ടിയെ കൊണ്ട് എല്ലാ ദിവസവും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര ബെറ്ററാണ്. കുട്ടിയുടെ പഠിത്തത്തിൻ്റെ സ്റ്റേജ് നമ്മൾ പോലും അറിയില്ല. കുട്ടി സ്കൂളിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും. അതിനും അപ്പുറം ഒരു ബ്ലെയിമിലേക്ക് എന്നൊക്കെ കുട്ടി പോയി കഴിഞ്ഞാൽ മെൻ്റലി താഴെ പോകില്ല. മെൻ്റൽ വെൽബീയിങ് ആണ് എല്ലാത്തിനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വളരെ താഴെ പോകില്ല. ഒരു സ്റ്റെപ്പ് നമുക്ക് ആരോ ഉണ്ട് എന്നൊരു തോന്നൽ വരും. എപ്പോഴും നമ്മളൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് നമ്മൾ മാറും. പക്ഷേ ഇത് ഈ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് 21 ഡേയ്സ് കഴിഞ്ഞാൽ ഇത് ബാഹ്യ ത്രാടകയായി. ആന്തരിക ത്രാടകയുണ്ട്, അതിലേക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ്ഡ് ആയിട്ടേ വരാവൂ. ഇത് മാത്രം ചെയ്തിട്ട് 2 ചിരാത് എടുക്കുക. 2 ചിരാത് എടുത്തതിന് ശേഷം ഒരു ചിരാത് കത്തിച്ചു വയ്ക്കുക. അടുത്ത ചിരാത് പ്ലെയിൻ ആയിരിക്കും, അതിനകത്ത് ദീപമൊന്നുമില്ല. ഒരു ചിരാതിൽ നോക്കി ഇങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നിട്ട് ഈ ദീപത്തിനെ അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ചിരാതും കത്തിയിരിക്കും. ആക്ച്വലി ഒരു ചിരാതാണ് നമ്മൾ കത്തിച്ചു വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ ചിരാത് അല്ലെങ്കിൽ സിംഗിൾ വിളക്ക്. നമ്മുടെ ദീപം മേളിലേക്ക് ഇരിക്കുന്ന വിളക്ക് കണ്ടിട്ടില്ലേ? അപ്പോൾ ചെറിയ ഫ്ലെയിം ആയിരിക്കുമല്ലോ. ആ ഫ്ലെയിമിൽ നോക്കിയിരിക്കാൻ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു ചിരാത് കത്തിച്ചു വയ്ക്കുന്നു, ഒരു വിളക്ക് പ്ലെയിൻ വയ്ക്കുന്നു. അപ്പോൾ ശരിക്കും ഒന്ന് കത്തിയിട്ടുണ്ട്, ഒന്ന് കത്തിയിട്ടില്ല, അല്ലേ? ഇതിലേക്ക് നോക്കി ഇരുന്നിട്ട് കുറേ കഴിയുമ്പോൾ ഈ ദീപത്തിനെ ഇതിലേക്ക് നമുക്ക് കത്തിക്കാൻ പറ്റും കണ്ണുകൊണ്ട്. അതെ. അപ്പോൾ നോക്കുമ്പോൾ രണ്ട് ഈ പറയുന്ന വിളക്കും കത്തിയിരിക്കുന്നു. ഇത് എത്ര നാൾ പ്രാക്ടീസ് ചെയ്യണം? ഒരു 41 ഡേയ്സ് മിനിമം പ്രാക്ടീസ് ചെയ്താൽ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. അപ്പൊ നമുക്ക് തന്നെ തോന്നും അവിടെ ഒരു 2 വിളക്കുണ്ട് എന്ന് തോന്നും. ആ ഒരു സാങ്കല്പിക സംഭവത്തിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും 2 ദീപം ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് തെളിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു പവർ വേറെ ലെവലിലേക്ക് വരും. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്ലെയിം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇതിൽ നിന്ന് അതിലേക്ക് പോകുന്നു, അതിൽ നിന്ന് ഇതിലേക്ക് വരുന്നു, ഒരു റൊട്ടേഷൻ പോലെ. എപ്പോഴും ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ രീതിയിലുള്ള പ്രകമ്പനങ്ങളും ഉണ്ടാകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് പുറത്തുനിന്നാണ്, അല്ലേ? പ്രാപഞ്ചിക ഊർജ്ജം മാനുഷിക ഊർജ്ജവുമായിട്ട് കണക്ട് ആവുന്ന സമയത്ത് നമ്മൾ മാഗ്നറ്റാണ്, കാന്തമാണ്. അപ്പം നമ്മൾ എത്രത്തോളം കാന്തിക ഊർജ്ജം ഉണ്ടോ എങ്കിൽ മാത്രമേ നല്ല എനർജി കണക്റ്റഡ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്നതെല്ലാം പല ആൾക്കാരും പറയുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നെഗറ്റീവ് ആണെന്ന് പറയില്ലേ. സോ ആദ്യം നമ്മൾ പോസിറ്റീവ് ആവുക. നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെ നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോസിറ്റീവിലേക്ക് വരികയും പോസിറ്റീവ് പ്രഭാവലയം ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ കോള് ചെയ്യുന്ന ഒരാളെ കൂടെ ഒരു ഹാഫ് ആൻ വരുന്ന മനസ്സിലാവും അയാൾക്ക് വരുന്ന കോള്. ഈ പ്രൊഫഷണൽ കൺസൾട്ടേഷൻ കോൾ അല്ലേ, അത് പേഴ്സണലി വരുന്ന കോള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് എന്താണ്. അപ്പോൾ ആ ഒരു പ്രഭാവലയം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ആൾക്കാർ പറയും. അതിലൊരു വൺ ഓഫ് ദ ടൂളാണ് ഈ പറയുന്ന ഈ ത്രാടക എന്ന് പറയുന്നത്. ഇത് ബാഹ്യ ത്രാടകം. ആന്തരിക ത്രാടക എന്ന് പറഞ്ഞാൽ ഈ ഒരു 41 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണടച്ചിരിക്കാം. വേറെ ഈ ദീപത്തിലൊന്നും നോക്കണ്ട, നമുക്ക് വിഷ്വലി പ്ലാൻ ചെയ്യാം. അവിടെ ഒരു ദീപമുണ്ട്, ഒരു ചിരാതുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദീപം തെളിച്ച് വെച്ചിട്ട് കണ്ണടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആ ഫ്ലെയിം നമ്മുടെ ഷാഡോയിലൂടെ അടിക്കും. എന്നിട്ട് ആ ദീപമുണ്ട് എന്ന് വിചാരിച്ച് ദീപത്തിനെ പൂർണ്ണമായിട്ടും കാണുക. കണ്ട് ഇതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ 2 ദീപം വയ്ക്കുക. അപ്പോൾ അതുപോലെ കാണാൻ പറ്റും. ആ സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ചില കേസ് ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ മതി. കുറേ കാര്യങ്ങൾ യൂണിവേഴ്സ് നമുക്ക് ഒരുപാട് ഇൻഡിക്കേഷൻസ് തരും. ചിത്ര നമുക്ക് ഡേ ടു ഡേ ഇന്ന് പോലെ ഒബ്സർവ് ചെയ്തോ, ഡേ ടു ഡേ ലൈഫിൽ ഒരു സംഭാഷണമായിട്ടും കോളായിട്ടും പലയിടത്തും സറൗണ്ടിങ്സിൽ നടക്കുന്നതായിട്ട് പല ഇൻഡിക്കേഷൻസ് തരും. പത്രമായിട്ടും പല കണ്ടന്റായിട്ടും ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ള ഇൻഡിക്കേഷൻസാണ്. നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോകും. ആ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഇതെല്ലാം നോട്ടീസ്ഡ് ആയിരിക്കും. നമുക്ക് വേണ്ടതും വേണ്ടാത്തതും കൊണ്ടുവരും. ഓവർ കണക്റ്റഡ് ആകുമ്പോൾ
വേണ്ടത് മാത്രം വരും, വേണ്ടാത്ത നമ്മളിലേക്ക് വരില്ല. അവിടെ ആ ലെവലിലേക്ക് ബോഡിയെ ഒരു കാന്തിക ശക്തി കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ത്രാടക. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.